ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് സോയ ചങ്ക്സ് വെച്ചിട്ട് കബാബാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. സോയ ചങ്ക്സ് കബാബ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഈ സോയ ചങ്ക്സ് ഇല്ലേ, അത് നല്ലോണം ഒന്ന് കുതിർക്കണം. അതിനായിട്ട് 2 കപ്പ് സോയ ചങ്ക്സ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കിന് ഇത് നല്ലോണം കുതിർന്ന് വരും. എന്നിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് ഇതിനുള്ളിലെ വെള്ളം കളഞ്ഞ് ഇത് മാറ്റി വയ്ക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് 6 വലിയ വെളുത്തുള്ളി ഇടാം. ഇനി വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. പിന്നെ പച്ചമുളക് 4 എണ്ണം, അത് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഓരോ പച്ചമുളകിൻ്റെ എരിവ് വ്യത്യസ്തമാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കും. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം പിഴിഞ്ഞിട്ട് വേണം അരയ്ക്കാൻ. ഇതിനുള്ളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. സോയ ചങ്ക്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. സോയാബീൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ടോട്ടൽ ഞാനിതിൽ 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ആദ്യം ചേർക്കാൻ ഞാൻ വിട്ടുപോയി, നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി ഇതിൽ നിന്ന് നാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുള എടുത്തിട്ട് ഉരുട്ടി, എന്നിട്ട് ഇത് ഓവൽ ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കാം. കബാബ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കബാബ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറമേ അങ്ങ് കരിഞ്ഞും പോകും, അകം നമുക്ക് വെന്തും കിട്ടത്തില്ല. അപ്പം നമ്മുടെ കബാബ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.